Healing hands, effective leadership, and quality management. Yes, we're talking about hospital administration. Today, I'm here to talk about hospital administration with Suhaila ma'am. Hi ma'am, Hi, how are Kati. you? I'm fine. How are you? I'm good. So, can you give an introduction about yourself? I'm Suhaila Hashim, Chief Career Advisor and a motivational speaker. I'm Managing Director of Indians Globe Tech LLC, which is a Mumbai-based firm. I've trained more than 2 lakhs plus graduates and postgraduates and also placed more than 1,000 plus students. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു കരിയറായി എടുക്കേണ്ട റീസൺസ് എന്തൊക്കെയാണ്, അതിൻ്റെ സ്കോപ്പ് എന്താണ്? That was a very wonderful question. പല കുട്ടികളും എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്തുകൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു കരിയറായി ചൂസ് ചെയ്യണം? സി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇസ് എ ബൂമിംഗ് സെക്ടർ. ഡെയിലി ഹോസ്പിറ്റൽസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ ഡിമാൻഡും കൂടുകയാണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തുമാകട്ടെ, +2, ഡിഗ്രി, PG, അതല്ല നിങ്ങൾ വേറൊരു സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, സ്റ്റിൽ ഇഫ് യു ഹാവ് പാഷൻ ടു സ്റ്റാർട്ട് യുവർ കരിയർ ഇൻ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി, യു ക്യാൻ ഗോ ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ സ്കോപ്പ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഐ കാൺ എക്സ്പ്ലെയിൻ ത്രൂ വേർഡ്സ്. കാരണം അത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സെക്ടറാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. പല ഏരിയാസിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദ കീ ആസ്പെക്ട്സ് പറയുകയാണെങ്കിൽ operation management, financial management, human resource management, strategic planning, regulatory compliance and risk management, quality assurance and patient safety, health information management, പബ്ലിക് റിലേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇതിലൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെയധികം കൂടുതലാണ്. ഇൻ ഫാക്ട് ഒരു ഹോസ്പിറ്റൽ സ്മൂത്തായിട്ട് റൺ ചെയ്യണമെങ്കിൽ അവിടെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വേണം, നല്ല ടീം വേണം, നല്ല മാനേജ്മെൻറ്റ് വേണം. ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രാറ്റജിയും പ്ലാൻസും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹോസ്പിറ്റൽ നമ്മുടെ ആഗ്രഹിച്ച രീതിയിൽ സ്മൂത്തായും പ്രോഫിറ്റബിളായും മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. Can you give us an idea about who a hospital administrator is and what are the roles and responsibilities involved? Hospital administrators are the professionals who are responsible for the smooth running of an hospital. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ഒരു ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ടോ, അതെല്ലാം ഒരു ഹോസ്പിറ്റലിലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കറക്റ്റ് വേയിൽ പോകുന്നുണ്ടോ എന്നൊക്കെ ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെങ്കിൽ, ഞാൻ പറഞ്ഞതുപോലെ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലും വർക്ക് ചെയ്യണമെങ്കിൽ ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എന്തൊക്കെ ചെയ്യണം അതിൻ്റെ ഒരു ടെക്നിക്കൽ സ്കിൽസും കൂടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആവാൻ വേണ്ടി എന്താണ് പഠിക്കേണ്ടത്, എവിടെ നിന്നാണ് പഠിക്കേണ്ടത്? പൊതുവെ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, MBBS അതല്ല ഏതെങ്കിലും ഒരു മെഡിക്കൽ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഹോസ്പിറ്റലിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ദ ഫാക്ട്. വെദർ യു ആർ ഫ്രം കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട്, അതെല്ലാം നിങ്ങൾ ആർട്സ് സ്റ്റുഡൻ്റ് ആണ്, എന്തുമാവട്ടെ, ഇഫ് യു ഹാവ് എ ഡിഗ്രി യു ക്യാൻ സ്റ്റാർട്ട് യുവർ കരിയർ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതിൻ്റെ കൂടെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്. കാരണം ഒരു ഡിഗ്രി കഴിഞ്ഞ കുട്ടി അല്ലെങ്കിൽ ഒരു PG കഴിഞ്ഞ കുട്ടി അവർക്കറിയില്ല ഒരു ഹോസ്പിറ്റലിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സിലൂടെ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടും. ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താണ് ഡ്യൂട്ടീസ്, എന്താണ് റെസ്പോൺസിബിലിറ്റി, എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ, വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത് ആൻഡ് സാലറി പാക്കേജസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സാലറി പാക്കേജ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും അറിയാൻ ആകാംക്ഷയുള്ളൊരു ടോപ്പിക്കാണ്. ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചാൽ എന്തൊക്കെ ജോലി കിട്ടും, അതുപോലെ എത്ര സാലറി കിട്ടും. കരിയർ ഓപ്പർച്യൂണിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ ട്രെമൻഡസ്. ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു ഫീൽഡാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളൊന്ന് ചുറ്റും നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഒരുപാട് ഹോസ്പിറ്റൽസ് കാണാം അല്ലേ. ഹോസ്പിറ്റൽസ് ഒക്കെ ഒരു MNC ലെവലിലാണ് ഇപ്പോൾ എല്ലാവരും കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. നെക്സ്റ്റ് സാലറി പാക്കേജിനെ കുറിച്ച് പറയാം. സാലറി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ വെരി അട്രാക്റ്റീവ്. ഹോസ്പിറ്റൽസ് ആർ വില്ലിംഗ് ടു പേ എ ഗുഡ് എമൗണ്ട്. നിങ്ങൾ റൈറ്റ് സ്കിൽ സെറ്റ് ഉള്ള കുട്ടികളാണെങ്കിൽ ദേ വിൽ ഡെഫിനറ്റ്ലി പേ യു എ ഗുഡ് എമൗണ്ട്. നിങ്ങളുടെ സാലറി പ്യൂർലി ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ സ്കില്ലിൻ്റെ ബേസിസിലാണ്. സ്കില്ല് മാത്രമല്ല, നിങ്ങളുടെ എക്സ്പീരിയൻസ് ആൻഡ് ദ ലൊക്കേഷൻ ദാറ്റ് യു ആർ ചൂസിങ്, ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് സാലറി കിട്ടുന്നത്. If you are interested, you can do Hospital Administration Certification Program through Interns Global. Interns Global എന്ന് പറയുന്നത് ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു IT ഫേമാണ്. നിങ്ങൾക്ക്
ചുമ്മാ ഒരു കോഴ്സ് മാത്രമല്ല, വി ആർ ഓൾസോ ഗിവിംഗ് യു ഇന്റേൺഷിപ്പ്. ഇഫ് യു ആർ ഗോയിങ് ത്രൂ അവർ വെബ്സൈറ്റ് ആൻഡ് അതർ ഡീറ്റെയിൽസ്, യു ക്യാൻ സീ എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ഹാവ് കംപ്ലീറ്റഡ് ദ കോഴ്സസ് ആൻഡ് ഓൾസോ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഇന്റേൺഷിപ്പ് ത്രൂ അസ്. വർക്ക് ഫ്രം ഹോം ആയും വർക്ക് ഫ്രം ഓഫീസ് ആയും വി ആർ റെഡി ടു ഗിവ് യു ഇന്റേൺഷിപ്പ്. സോ ഇറ്റ് വിൽ ബി എ കംപ്ലീറ്റ് പാക്കേജ്. ഓക്കെ, കോഴ്സ് വഴി നിങ്ങൾക്കൊരു ഔട്ട്ലൈൻ കിട്ടും, എന്താണ്, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണ്, എന്ത് ജോബാണ് ചെയ്യേണ്ടത്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ കൂടെ ഇന്റേൺഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എങ്ങനെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ അത് എക്സിക്യൂട്ട് ചെയ്യണം, പഠിച്ച എല്ലാ കാര്യങ്ങളും എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള പ്രോപ്പർ ഐഡിയ കിട്ടും. പല ഇൻസ്റ്റിറ്റ്യൂട്ടും, എല്ലാം മെജോറിറ്റി 99.9% ഇൻസ്റ്റിറ്റ്യൂട്ടും ചുമ്മാ കോഴ്സ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്തത്. ഇന്റേൺസ് ഗ്ലോബൽ, ആസ് എ നെയിം സജസ്റ്റ്, ഇന്റേൺസ് ഗ്ലോബൽ. ഓക്കെ, എല്ലാ പ്രോഗ്രാം നിങ്ങൾ കംപ്ലീറ്റ് ആയി ഡെവലപ്പ് ചെയ്ത് യു വിൽ ഗെറ്റ് പ്രോപ്പർ സർട്ടിഫിക്കേഷൻ. മുംബൈ ബേസ്ഡ് ഫേമിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടും. അതിൻ്റെ കൂടെ പ്രോപ്പർ വർക്ക് എക്സ്പീരിയൻസും ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ വി ഹാവ് എ ജോബ് പോർട്ടൽ ഗ്രൂപ്പ്. Like if you are looking for a job, we can help you with a job as well. So thank you, Suhaila ma'am. It was a very informative and helpful session. And നിങ്ങൾക്ക് കൂടുതൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ പറ്റി അറിയണമെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. So thank you for watching. This is me, Fatima, signing off.